നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും മൗഇദത്ത് നിർവഹിക്കുന്ന നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അവാലി ഉണ്ടല്ലോ, മദീനയിലെ അവാലിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വരുമ്പോൾ അവിടെ ഒരു ആട്ടുംകുട്ടി ചത്തെടുക്കുന്നുണ്ട്. ആട്ടിൻ്റെ കുട്ടി അത് അസക്കായിരുന്ന എന്നാണ്. അസക്ക് എന്ന് പറഞ്ഞാൽ ജദിയുൻ അസക്ക്, കാതില്ലാത്ത, അതിന് കാതില്ല ആടിന്, ചെറിയൊരു കുറ്റിയെങ്ങാണ്ടുള്ളൂ ഇവിടെ. അങ്ങനെ ഒരു ആടും കുട്ടി ചത്തെടുക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് അതിനെ പിടിച്ചു വന്ന് കയ്യിലേറ്റി കൊണ്ടുവന്ന്, എന്നിട്ട് സഹാബികളൊക്കെ ഉള്ളടത്ത് നിന്നിട്ട് ഇതിനെങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞ്, ഇതിനെ ആരാണ് ഒരു ദിർഹമിന് വാങ്ങിക്കാൻ ചോദിച്ചു. ഒരു ദിർഹം എന്നാൽ ഇത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമല്ല, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമല്ല. അവൻ തങ്ങൾ ചോദിച്ചു നിങ്ങൾ ആർക്കും ഇത് വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾ പറഞ്ഞു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ജീവനുണ്ടെങ്കിൽ തന്നെ അതിൽ ഐബുണ്ട്, അത് അസക്കാണ്, അതിന് കാതില്ല, പിന്നെ അത് മയ്യത്തുമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ചത്ത ആട്ടുംകുട്ടി അതിലെത്ര വിരക്തി ഉണ്ടോ, അള്ളാഹ്ക്ക് ദുനിയാവ് ഇതിനേക്കാൾ എന്താണ് അഹ്വനാണ്, നിസ്സാരമാണ് എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉപദേശത്തിൻ്റെ ഒരു ഉദാഹരണം. അതേപോലെ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ വഅബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്. റസൂല ഞങ്ങൾക്കൊരു വാള് നടത്തി, അതിൽ ഞങ്ങളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊലിച്ചു, ഞങ്ങളുടെ കൽബുകളൊക്കെ പേടിച്ച് വിറച്ചു എന്ന് പറയില്ലേ. എന്നിട്ട് ഞാൻ റസൂലിൻ്റെ ഉപദേശം പറയുന്നത് ഏതായാലും മൗഇളത്ത്, അതാണ് തദ്കിറത്ത്. ഇല്ലാ തദ്കിറത്തൻ, തദ്കിറത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ എഴുതിയിട്ടുള്ളത്, ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഇറക്കിയിട്ടുള്ളത്.